26 നമ്മൾ ഭയങ്കര ഹൈപ്പോടെയാണ് പ്രതീക്ഷിക്കുന്നത്. ദൃശ്യം 3 ഏപ്രിൽ 2-ാം തീയതി റിലീസ് ആകുന്നു. അതുപോലെ തന്നെ ജയിലർ 2 ക്യാമിയോ ഉണ്ടെന്ന് കേൾക്കുന്നു. അപ്പം ഇതിനെ പറ്റിയിട്ട് ദൃശ്യത്തിലേക്ക് വരാം. ലാലേട്ടൻ നമ്മുടെ അക്ഷരോത്സവം കനോക്കുന്നിലാണ് നടക്കുന്നത്. ഭയങ്കര വലിയൊരു ഉത്സവമാണ്. ആക്ച്വലി കനോക്കുന്ന ഓർമ്മകൾ പറയുകയാണെങ്കിൽ പണ്ടത്തെ എന്റെ മോനെ എന്താ ലുക്ക്. എത്ര ആൾക്കാരാ പറഞ്ഞത് ഇയാൾക്ക് ഇനി ലുക്ക് തിരിച്ചു കിട്ടൂല, ഇയാളുടെ ജീവിതം കഴിഞ്ഞ്, ഇയാളുടെ കാര്യം ഇനി പോക്കാണ്, ധൈര്യം ഉണ്ടെങ്കിൽ താടി പഠിക്കുക. മോനെ കഴിഞ്ഞ ദിവസം ഫോട്ടോ കണ്ട് ഇപ്പം ഇതേ വീഡിയോയിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത് പൊളി ലുക്ക്. അതിൻ്റെ ഇടയിൽ വേറെ കമൻസ് കണ്ടോ? അതായത് മാപ്രകൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കണ്ടല്ലോ, അതിപ്പോൾ ആർക്കായാലും ഇഷ്ടപ്പെടുന്നില്ല. ഒരു ക്വാളിറ്റിയുള്ള ചോദ്യമൊക്കെ ആണെങ്കിൽ ഓക്കെ. ഇതൊരുമാതിരി 2026 എന്തൊക്കെ പ്രതീക്ഷിക്കാം, എന്ത് കാര്യമുണ്ട്, എല്ലാവർക്കും അറിയാം ഇത്തരം സിനിമകളൊക്കെ ഇറങ്ങാൻ പോകുന്നു. പിന്നെ ഇമാതിരി ഒരു വിലയില്ലാത്ത കുറേ ചോദ്യങ്ങൾ ചോദിച്ചെന്ന് ആർക്കായാലും ദേഷ്യം വരില്ലേ? അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പഴയ ഓർമ്മകൾ പറയൂ. ഒന്നുമില്ലെങ്കിൽ ഇത്രയും വലിയ മനുഷ്യനല്ലേ, ഒരു ക്വാളിറ്റിയുള്ള ചോദ്യം ചോദിക്കണ്ടേ? അപ്പോൾ ഒരുത്തൻ അടിയിലിട്ടേക്ക് കമൻറ്റാണ്, കണ്ടോ മാപ്രകൾ വന്നപ്പോൾ മൈൻഡ് ചെയ്യാത്ത ആൾ പണക്കാരനെ കണ്ടപ്പോൾ ചെന്നു, പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകൾ. സത്യം പറഞ്ഞാൽ യൂസഫിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ചെല്ലുമില്ല. അതുകൊണ്ട് യൂസഫിൻ്റെ സംസാരിക്കുന്നതിന് പുള്ളിക്ക് പ്രശ്നമില്ല. ഇത് മനസ്സിലാക്കാനും മാത്രം പോകുന്ന ആൾക്കാർക്ക് ഇല്ലയാവും. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുക അല്ലേ?